ഹായ് ഹലോ. നമ്മളിന്ന് നമ്മുടെ ഡിജി ഓസ്മോന് വേണ്ടി പുതിയൊരു സാധനം വാങ്ങിച്ചിരിക്കുകയാണ്. ഇതൊരു മൈക്കാണ്. അപ്പോൾ ഇതുമായിട്ട് കണക്ട് ചെയ്യാൻ എളുപ്പമുള്ളൊരു മൈക്കാണിത്. ഡി ജെയുടെ തന്നെ മൈക്ക് മിനിയുടെ മൈക്രോഫോൺ മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ. അതിൻ്റെ റിസീവർ ആവശ്യമില്ല. കാരണം ഡി ജെക്ക് ഓൾറെഡി ഇതിൻ്റെ റിസീവർ അതിൽ ഇൻബിൽറ്റ് ആണ്. അപ്പോൾ ഇത് എങ്ങനെയുണ്ട് നോക്കാം. ഒന്ന് പൊട്ടിച്ചോട്ടെ. ഇത് പാക്കേജിങ് വലിയ കുഴപ്പമില്ല. കഴിഞ്ഞ തവണ ഇതിൻ്റെ ക്യാമറ വന്നത് ദുരന്ത പാക്കേജിലായിരുന്നു. ഇതിൻ്റെ പാക്കേജിങ് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. അവിടെ ഡോറിൽ ആരോ തട്ടുന്നുണ്ട്. നമുക്ക് ആരാ നോക്കാം. മിക്കവാറും എൻ്റെ പട്ടിക്കുട്ടിയായിരിക്കും. ഹലോ തുമ്പി. ഡോറിൽ വന്നിട്ടുള്ളത് നമ്മളുടെ തുമ്പിയാണ്. ദിസ് ഈസ് തുമ്പി. നമ്മളൊന്ന് അന്വേഷിക്കാൻ വന്നതാണ്. ആൾ പോയി. നമുക്ക് പരിപാടികൾ തുടരാം. യെസ്, എൻ്റെ ഫ്രെയിമൊക്കെ ആകെ മാറി. ഫ്രെയിമൊക്കെ ഒന്ന് റീസെറ്റ് ചെയ്യാം. ഓൾമോസ്റ്റ് സെറ്റായി തോന്നുന്നു. പറഞ്ഞു വന്നത് നമ്മുടെ അൺബോക്സിങ്. ഈ അൺബോക്സിങ് എന്നുള്ള വാക്ക് പറയാൻ പറ്റില്ലല്ലോ. ഇതാണ് ബോക്സ്. ബോക്സിൽ എന്തൊക്കെയുണ്ട്? ബോക്സിൽ പ്രത്യേകിച്ചൊന്നുമില്ല. മൈക്ക് വന്നിട്ടുണ്ട്. മൈക്കിൻ്റെ പെട്ടി ഇവിടെ ഇരിക്കട്ടെ. ഇതിലാണ് നമ്മുടെ മൈക്രോഫോൺ ഇരിക്കുന്നത്. പൊട്ടിച്ചിട്ടുണ്ട്. സീൽഡ് തന്നെയാണ്. പൊട്ടിച്ച പാക്കറ്റൊന്നുമല്ല. കിട്ടുന്നില്ല. യെസ്, അൺബോക്സിങ് DJI മൈക്ക് മിനി. ഒരു നല്ല പൗച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒരു അടിപൊളി പൗച്ചിൻ്റെ ഒപ്പം വന്നിട്ടുണ്ട്. അത് ഞാൻ യൂട്യൂബിൽ കണ്ടിരുന്നു അതിൻ്റെ വീഡിയോ. അതെനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു അപ്പം തന്നെ. ഭയങ്കര വിലയൊന്നുമില്ല. സഹിക്കാൻ പറ്റാത്ത വിലയുള്ളൊരു പ്രൊഡക്റ്റ് അല്ല. എന്നാലും ഒരു തീരെ ചീപ്പാണെന്നും പറയാൻ പറ്റില്ല. കാരണം ഒരു 6500-7000 രൂപ വരെയുണ്ടല്ലോ. കട്ട് ചെയ്യാം. ടിഷ്യൂ കൊണ്ട് വള്ളികളൊന്നും ഇഷ്ടമല്ല. നല്ല തൊടാൻ നല്ല സുഖമുള്ള ഒരു പൗച്ചാണ്. സി ടൈപ്പ്. ഇത് സി ടൈപ്പ് അല്ല. ഇത് പണ്ടത്തെ പോലത്തെ സി ടൈപ്പ് ടു മറ്റേ നോർമൽ USB ആണ്. ഇത് വൺ സൈഡ് സി ടൈപ്പ് സെറ്റാണ്. പക്ഷേ എനിക്ക് ഈ പൗച്ച് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല സുഖം തൊടാൻ. ഇതതിൻ്റെ ഡെഡ് കാറ്റാണ്. മറ്റേ വിൻ നോയ്സ് കട്ട് ചെയ്യാനുള്ള ഡെഡ് കാറ്റ് അവിടെ ഇരിക്കട്ടെ. മൈക്കില്ല ഇതിനകത്ത്. ഇതെന്താ? ഇതാണ് ഇതിൻ്റെ ചാർജർ. അതെനിക്കൊരു കൺവീനിയൻ്റ് അല്ലാത്ത പോലെ തോന്നാറുണ്ട്. കാരണം ഈ ഒരു സി ടൈപ്പ് ഡയറക്റ്റ് ചാർജർ ആണെങ്കിൽ നമുക്കിത് കൊണ്ട് നടക്കണ്ട. ഇതിപ്പോൾ നമ്മളിതെപ്പോഴും ഒരു ട്രാവലൊക്കെ ചെയ്യുമ്പോൾ എപ്പോഴും ഇത് കൊണ്ട് നടക്കണം. കാരണം ഇതൊരു ഡോക്കാണ്. ഇതിനകത്ത് മൈക്ക് വെച്ചിട്ട് മൈക്ക് ചാർജ് ചെയ്യുക. അതൊരു ഡിഫിക്കൽട്ടാണെന്ന് തോന്നലുണ്ട്. അപ്പോൾ അത് ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളത് അറിഞ്ഞുകൊണ്ടാണല്ലോ വാങ്ങിക്കണേ. മൈക്ക് DJയുടെ മൈക്ക് മിനി തന്നെയാണ്. പക്ക മിനി സെറ്റപ്പ് തന്നെയാണ്. ഭയങ്കര ചെറുതാണ്. ഇത്രയേ ഉള്ളൂ. മൈക്ക് കയ്യിൽ വയ്ക്കുകയാണെങ്കിൽ ഇത്രയേ ഉള്ളൂ. ഇത് ക്ലിപ്പ് ചെയ്യാം. ഷർട്ടിലൊക്കെ ഈസി ആയിട്ട് നമുക്ക് ഇങ്ങനെ വെച്ചെടുത്ത് കഴിഞ്ഞാൽ അവിടെ ഇരുന്നോളും. പിന്നെ ഈ ക്യാമറയായിട്ട് ഇത് ഓട്ടോമാറ്റിക് പെയറിംഗ് ആണെന്നാണ് പറയണേ. നമുക്ക് നോക്കാം
ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഈ DJI-360യുടെ ഇൻബിൽറ്റ് മൈക്കാണ്, ആ യൂണിറ്റിൽ തന്നെയുള്ള മൈക്കാണ്. നമുക്കിനി ഇത് കണക്ട് ചെയ്തിട്ട് അതിൻ്റെ ശബ്ദം എങ്ങനെയുണ്ട് നോക്കാം. അപ്പോൾ ഡിഷ്, ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്ന ശബ്ദം DJIയുടെ മൈക്ക് മിനി എന്നുള്ളതാണ്. എനിക്കിത് കേൾക്കാൻ പറ്റുന്നില്ല. ഇത് വ്യത്യാസം എന്താണെന്ന് കമ്പ്യൂട്ടറിൽ ഇട്ടതിന് ശേഷമേ എനിക്കറിയാൻ പറ്റുള്ളൂ. എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ക്വാളിറ്റി ഉണ്ടാവുമെന്ന്. കാരണം നോയ്സ് ക്യാൻസലേഷൻ ഉണ്ട്, ലോക്കട്ട് ഉണ്ട്, അങ്ങനെ ഒരു എന്താ പറയുക, സംസാരിക്കുമ്പോൾ കിട്ടേണ്ട ഫീലുകൾക്കൊക്കെയുള്ള പരിപാടി ഉണ്ടെന്നാണ് തോന്നുന്നത്. പക്ഷെ ഇപ്പോൾ DJIയുടെ മീറ്ററിൽ കുറച്ച് ക്ലിപ്പിംഗ് കാണിക്കുന്നുണ്ട്. ചിലപ്പോൾ ഞാൻ ഉറക്കെ പറയുന്നുണ്ടാവും അല്ലേ. ഞാൻ കുറച്ച് മെല്ലെ സംസാരിക്കാം, പക്ഷെ ഞാൻ പതുക്കെ പറയുമ്പോഴും അത് യെല്ലോയിലേക്ക് കിടക്കുന്നുണ്ട്. നമുക്ക് ആ സ്ക്രീനിൽ തന്നെ കാണാം ഇത് ക്ലിപ്പ് ചെയ്യുന്നത്. അത് നല്ലൊരു കാര്യമാണ്. അത് കുറയ്ക്കാൻ വല്ല സംവിധാനം മൈക്കുമേ ഉണ്ടോ നോക്കട്ടെ കേട്ടോ. ഒറ്റ മിനിറ്റ്. മൈക്കുമേ വോളിയം കൺട്രോള് എൻ്റെ അറിവിലില്ല, കാണുന്നില്ല. മൈക്കിൽ വോളിയം കൺട്രോളൊന്നും കാണുന്നില്ല. ഞാൻ ഇത്ര ദൂരെ പിടിക്കാം. ഞാനിപ്പോൾ ഇത് പുറത്തേക്ക് എടുത്തിട്ട് നല്ല അകലെ പിടിക്കാം. അകലെ പിടിക്കുമ്പോൾ കുറച്ച് കുറവുണ്ട്, ക്ലിപ്പിങ് കുറവുണ്ട്. അടുത്തേക്ക് വരുമ്പോൾ യെല്ലോയിലേക്ക് കിടക്കുന്നുണ്ടത്. എന്തായാലും ഇനി മാസ്റ്റർ വോളിയം എന്ന് പറഞ്ഞിട്ടൊരു സെറ്റപ്പ് ഇതിൻ്റെ സോഫ്റ്റ്വെയറിലുണ്ട്. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എന്തായാലും ഈ പ്രൊഡക്റ്റിൻ്റെ അൺബോക്സിംഗ് ആണ് ഇന്നത്തെ വിഷയം. ഇനി ഞാനൊരു കമ്പാരിസൺ വീഡിയോ ചെയ്യാം. കാരണം എൻ്റെ കയ്യിൽ ഇത് കൂടാതെ ഹോളിലാൻഡിൻ്റെ ലാർക്ക് M2 ഉണ്ട്. അതും ഒരു ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ് ഉഗ്രം പ്രൊഡക്റ്റാണ്. അപ്പോൾ ഈ ഹോളിലാൻഡിൻ്റെ ലാർക്ക് M2 ഇതും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെയുണ്ട് ശബ്ദം എന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ എന്തായാലും ഇന്നത്തെ പരിപാടി കഴിഞ്ഞു. സോ അടുത്ത വീഡിയോയിൽ പിന്നെയും കാണാം. ടാറ്റാ.